പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്നൊരു സംഭവമാണ് കേട്ടോ. ഈവനിങ് ഒരു ലാസ്റ്റ് പീരീഡ് ആയപ്പോൾ എന്റെ ക്ലാസ് ടീച്ചർ ക്ലാസ് റൂമിലോട്ട് വന്നിട്ട് ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് എന്നോട് പറഞ്ഞു, ലക്ഷ്മി, ഈ ബുക്സ് ഒക്കെ കൊണ്ടുപോയി സ്റ്റാഫ് റൂമിൽ ഒന്ന് വെക്കാം. അന്നൊക്കെ ബ്രൈറ്റ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ മിസ്സുകൾക്ക് ഇഷ്ടമുള്ള സ്റ്റുഡൻസിന് മാത്രം കിട്ടുന്ന അംഗീകാരമാണ് കേട്ടോ അത്. പെട്ടെന്ന് ആ ബുക്സ് ഒക്കെ എടുത്തുകൊണ്ട് സ്റ്റാഫ് റൂമിലോട്ട് ഒരു ഓട്ടോ ഓടാൻ നിന്ന് ക്ലാസിന്റെ ഡോറിന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും പുറകിൽ നിന്നൊരു വിളി, അല്ലെങ്കിൽ നീ പോകണ്ട, പ്രിൻസിപ്പലിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ കൂടാണ് സ്റ്റാഫ് റൂമിൽ പോകേണ്ടത്. നിന്നെ കണ്ട് ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ക്ലാസ്സിൽ 40ഓളം കുട്ടികളുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് ഒരു വിഷമം ഞാൻ കണ്ടു. എന്റെ കണ്ണൊക്കെ നനഞ്ഞു. തല ഒന്ന് ഉയർത്തി നോക്കാൻ പോലും പറ്റാതെ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ സീറ്റിൽ വന്നിരുന്നു. ഈ ടീച്ചർ എന്റെ 2nd സ്റ്റാൻഡേർഡ് തൊട്ട് എന്നെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്റെ ഹെയർ ശരിയല്ല, യൂണിഫോം ശരിയല്ല എന്നൊക്കെ. അവളെ വന്ന് എന്നെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി വഴക്ക് പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്താണ് കുഴപ്പം എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ദിവസം 5 വട്ടമെങ്കിലും പറയും കേട്ടോ. അല്ല, ദിവസവും രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നത് തന്നെ ഈ മിസ് വരലേന്നാ. ഞാനെന്ന് കരുതി അത് എന്റെ മിസ്റ്റേക്ക് ആണെന്നാ. ഒരു 9 വയസ്സുള്ള കുട്ടിയാണ് ഇതൊക്കെ പറയുന്നത് മനസ്സിലാക്കാനുള്ള ശരിയായ ടീച്ചറിന് ഇല്ലായിരുന്നു. ഞാനെന്തോ വലിയ തെറ്റുകാരിയാണെന്ന് എനിക്ക് തോന്നുകയും ഇതെന്നെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചു കാലം വരെ. ഇതുപോലുള്ള അനുഭവം കുറച്ചു കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്താണ് നമുക്കിത് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. എന്തോ ലൈഫിൽ എവിടെയും എത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു സംസാരം. ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആണെന്നുള്ള രീതിയിൽ ഞാനതങ്ങ് എടുത്തു. പക്ഷെ ഇന്നും ആ 9 വയസ്സിൽ നടന്ന കാര്യം എന്റെ മനസ്സിൽ ഇത്രയും അധികം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നാണ് ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ആ വിഷമം ചിലപ്പോൾ ഇപ്പോൾ കാണില്ല, പക്ഷെ അതിപ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിനുള്ളിലുണ്ട്. ഇതുപോലുള്ള അനുഭവങ്ങൾ എന്തുകൊണ്ട് നമുക്കുണ്ടാകുന്നു എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തോ ഈ കഥ ഇന്ന് എനിക്ക് പറയണം എന്ന് തോന്നി. നിങ്ങൾക്കും ഇങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ.